നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ആറ്റുകാലിലെ വാടക വീട്ടിൽ 27 വയസ്സുകാരിയായ ആരതി ജീവനൊടുക്കിയ സംഭവം ഒരു യുവതിയുടെ മാത്രം മരണമല്ല, മറിച്ച് വഞ്ചനയുടെയും ക്രൂരമായ ഭർതൃപീഡനത്തിന്റെയും ഒടുവിലത്തെ അധ്യായമാണെന്ന് കുടുംബം പറയുകയാണ്. 1.5 വർഷം മുൻപ് വിവാഹിതയായ ആരതിയും ഭർത്താവും തമ്മിലുള്ള ബന്ധം തുടക്കം മുതലേ പീഡനങ്ങളുടെ പരമ്പരയായിരുന്നു. എന്നാൽ മരണശേഷം പുറത്തുവരുന്ന വിവരങ്ങൾ കേവലം ഗാർഹിക പീഡനത്തിനപ്പുറമുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വിവാഹത്തിന് മുമ്പ് ഇയാൾക്ക് മറ്റൊരു യുവതിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന വിവരം ആരതിയുടെ കുടുംബം അറിഞ്ഞിരുന്നില്ല. ആ പെൺകുട്ടി വിവാഹ നിശ്ചയത്തിന് പിന്നാലെ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നും ഞെട്ടിക്കുന്ന വിവരമാണ് അടുത്ത കാലത്താണ് ആരതി കുടുംബവും അറിയുന്നത്. താൻ വഞ്ചിക്കപ്പെട്ടുവെന്നും തനിക്ക് മുമ്പ് ജീവിതത്തിൽ വന്ന പെൺകുട്ടിക്ക് സംഭവിച്ച ഗതി തന്നെയാണോ തനിക്കും വരാൻ പോകുന്നത് എന്ന ഭയം ആരതിയെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിവാഹശേഷം മറ്റൊരു യുവതിയുമായും ഭർത്താവിന് ബന്ധമുണ്ടെന്ന തെളിവുകളും ചിത്രങ്ങളും ആരതിക്ക് ലഭിക്കുന്നത്. ഇത് ഇരുവരും തമ്മിലുള്ള തർക്കങ്ങൾക്ക് രൂക്ഷമാകാൻ കാരണമായി മാറി. വിവാഹ സമയത്ത് ആരതിക്ക് നൽകിയ 50 പവൻ സ്വർണം വണ്ടി വാങ്ങാനെന്ന പേരിലും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഇയാൾ പണയം വെക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും ആരും ചോദിച്ചിട്ട് മറുപടിയുമില്ല. എല്ലാം നഷ്ടപ്പെട്ട ശേഷവും പണം ആവശ്യപ്പെട്ട ആരതിയെ ശാരീരികമായി ക്രൂരമായും ഉപദ്രവിച്ചിരുന്നു. ശരീരം മുഴുവൻ മർദ്ദനമേറ്റ പാടുകൾ ആരതി അമ്മയ്ക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുമായിരുന്നു എന്നും പറയുന്നു. ഇന്നലെ വൈകിട്ടും ഇയാൾ ആരതിയെ മർദ്ദിച്ചതായി കുടുംബം ആരോപിക്കുന്നു. ഭർത്താവ് വീട്ടിലുള്ള സമയത്താണ് ആരതി ജീവൻ ഒടുക്കിയത് എന്നതാണ് ഏറ്റവും വലിയ ദുരൂഹത. വീടിന് പുറത്തിരിക്കുകയായിരുന്ന ഇയാൾ സുഹൃത്തിനെ വിളിച്ചു വരുത്തിയാണ് വാതിൽ ചവിട്ടിപ്പൊളിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു. മരിക്കുന്നതിന് തൊട്ടു മുൻപ് ആരതി അമ്മയെ വിളിച്ച് ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അമ്മയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ഭർത്താവിന്റെ മുൻകാല ബന്ധങ്ങൾ, ആത്മഹത്യകൾ, നിലവിലെ സാമ്പത്തിക ഇടപാടുകൾ എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണ പരിധിയിൽ വരും. പെൺകുട്ടിയുടെ മരണത്തിൽ ഭർത്താവിന്റെ പങ്ക് പൂർണ്ണമായും പുറത്തുകൊണ്ടുവരണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്.